ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു, അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അതിന് അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക, അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പകയോ മാനസികപരമായിട്ടുള്ള വൈകല്യങ്ങളോ ക്രിമിനൽ മനോഭാവമുള്ള ഇത്തരം ആളുകൾ ചെയ്യുന്ന ഇതുപോലുള്ള ക്രൂര കൃത്യത്തിലേക്ക് മതത്തെ വലിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം കഷ്ടമല്ലാതെ എന്താ നമ്മൾ പറയാം. അതേസമയം ഏതെങ്കിലും രീതിയിൽ മതപരിവർത്തനത്തിന് വേണ്ടി സാബരിയ എന്ന കുട്ടിയെ, ഈ പരമനാറിയായ ആ കുട്ടിയുടെ കൊലപാതകത്തിന് കാരണക്കാരായ ഈ പരമനാറി ഏതെങ്കിലും രീതിയിൽ സാബരിയ എന്ന കുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിതമായി ശ്രമിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് നമ്മൾ അതീവ ഗൗരവമായിട്ട് കാണണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറയപ്പെടുന്ന പ്രതി നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നമ്മൾ കേരളീയർ ഒന്നാകെ ഒന്നിച്ചു നിന്ന് ഈ പരമനാറിയെ പൊക്കിയിരിക്കും. ഒരു സംശയം വേണ്ട, അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇത്തരം ഒരു ദാരുണ സംഭവത്തിന്റെ പേരിൽ ഈ മരണപ്പെട്ട കുട്ടിയോട് യാതൊരു നീതിബോധവുമില്ലാതെ ഇത്തരത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, അങ്ങേയറ്റം ക്രൂരവുമാണ്. മരണപ്പെട്ട കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നിങ്ങളിത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? കൃത്യമായ തെളിവുകൾ കണ്ടെത്തി അത് കളക്ട് ചെയ്ത് ഈ കൊലപാതകത്തിന് കാരണക്കാരനായ ഇവനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ആ വാർത്ത മലയാളികളെ ആകെ ഇതിനോടകം തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡോക്ടർ ആവാൻ വേണ്ടി നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് മഞ്ഞു മൂടിയ വിദേശ മണ്ണിലേക്ക് വണ്ടി കയറിയ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ, ആ 22-കാരിക്ക് സംഭവിച്ചത് വിവരിക്കാനാവാത്ത കൊടും ക്രൂരതയാണ്. തന്റെ മകൾ പഠിച്ച് വലിയ നിലയിലായി തിരിച്ചു വരുമെന്ന മാതാപിതാക്കളെ ഇതിനോടകം തന്നെ തേടിയെത്തിയത് അവളുടെ മരണ വാർത്തയാണ്. കേവലം ഒരു മരണ വാർത്തയോ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണ വാർത്തയോ അല്ല, അതിക്രൂരമായിട്ടുള്ള ഒരു മരണ വാർത്ത. സാവരിയയുടെ സഹപാഠിയായിരുന്ന സദറുൽ അനം എന്ന 22-കാരൻ ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ സാവരിയയെ ക്രൂരമായി മർദ്ദിച്ചെന്നു. അങ്ങനെ ഒടുവിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തലക്കടിച്ച് സാവരിയെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന റിപ്പോർട്ടുകൾ. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിന്റെ പരിസരത്തുള്ള ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവത്തിന് ശേഷം വളരെയധികം പരിക്കേറ്റ സാവരിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതും ഈ പറയുന്ന ഈ ചെറുക്കൻ തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രവാസികളായ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ഇതിനോടകം തന്നെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മിക്ക ആളുകളിലും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും നമ്മുടെ മക്കൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് അവര് വലിയ സ്വപ്നങ്ങളുമായാണ് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത്. നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവരെ വിദേശത്തേക്ക് യാത്ര അയക്കുന്നത്. ഇതിൽ വലിയൊരു ശതമാനം കുട്ടികളുടെ മാതാപിതാക്കൾ വലിയ രീതിയിൽ പലിശക്ക് പണം വാങ്ങിച്ചൊക്കെയാണ് മിക്ക വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത്. അത് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. ആ രക്ഷിതാക്കളുടെ സ്വപ്നങ്ങളെ തകർക്കാൻ ആർക്കും തന്നെ അവകാശമില്ല. എന്ന് മാത്രമല്ല, ഈ പോകുന്ന കുട്ടികളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്, നിങ്ങൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സൗഹൃദം കൂടാനോ വിദേശത്തെ സ്ഥലങ്ങൾ ആസ്വദിക്കാനോ മാത്രമല്ല, നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാനാണെന്നുള്ള ഉറച്ച ബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തന്നെയാണ്, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു സൗഹൃദത്തോടും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യരുത്. ഏതൊരു സൗഹൃദമായാലും അത് നിങ്ങളെ വ്യക്തിത്വത്തെയോ ലക്ഷ്യത്തെയോ ബാധിക്കുന്ന ഘട്ടത്തിൽ അവിടെ കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളോടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട്. ഇതിലെ ദാരുണമായ സംഭവം എന്താ അറിയോ? ഇത്തരം ഒരു അക്രമം നടക്കുമ്പോൾ ഇവര് പഠിക്കുന്ന സ്ഥാപനത്തിലെ ഹോസ്റ്റലിൽ വേറെ കുട്ടികളൊക്കെ ഉണ്ട്. ഈ മൊണ്ണകളൊക്കെ ഇത് നോക്കി നിന്നു എന്നാണ് ഇതിലെ ഏറ്റവും ദാരുണമായ ഒരു കാര്യം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഇവർ രണ്ടുപേരും എന്തിന്റെ പേരിലാവട്ടെ, എന്തിന്റെ പേരിലാന്ന് നമുക്കറിയില്ല, എന്തിന്റെ പേരിൽ തർക്കം നടക്കുകയാണെങ്കിലും ആ സമയത്ത് ആ പരിസരത്തുണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റലാണത്. ആ പരിസരത്തിൽ ഉണ്ടായിരുന്ന 1-2 വിദ്യാർത്ഥികൾ ഇവർ തർക്കം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് സാബരിയുടെ വിധി മറ്റൊന്നാകുമായിരുന്നു. ആളുകളൊക്കെ ഭയങ്കര സെൽഫിഷാണ്. പക്ഷെ അങ്ങനെ ആയാൽ പോരാ. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഹോസ്റ്റൽ സിസ്റ്റത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഒരു സാമൂഹിക ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് കുട്ടികളൊന്നും മറന്നുപോകരുത്. കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു, അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അതിന് അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക, അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്.
മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എന്താ പറയുക അംബാസഡർ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ്. സാവരിയുടെ മരണശേഷം മതം മാറാൻ നിർബന്ധിച്ചു എന്ന തരത്തിൽ വരുന്ന ആരോപണം, പ്രത്യേകിച്ച് സാവരിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നുള്ള ആരോപണം ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ എന്തായാലോ ഈ ആരോപണങ്ങൾക്ക് എത്രത്തോളം തെളിവുണ്ട് എന്നുള്ളത് ഒരു നിർണായകമായ ചോദ്യമാണ്. സാവരിയുടെ ബന്ധുക്കൾ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ തീർച്ചപ്പെടുത്തുന്ന ഏതെങ്കിലും രീതിയിലുള്ള തെളിവ്, ഡിജിറ്റൽ ആവട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവട്ടെ, അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് ഉണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സാവരിയ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങളെ കുറിച്ച് വീട്ടിലേക്ക് കത്തയച്ചിരുന്നോ, വീട്ടിലേക്ക് മെയിൽ അയച്ചിരുന്നോ, വീട്ടിലേക്ക് വിളിച്ച സമയത്ത് മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ അടുത്ത സുഹൃത്തുക്കളോടോ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ? എന്തിന് ഒരു വാട്സപ്പ് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ എങ്കിലും ഉണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ സാവരിയുടെ വീട്ടുകാർ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ കണ്ട വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് അവരുടെ കൂട്ടുകാർ പറഞ്ഞു എന്നാണ്. സാവരിയുടെ വീട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇത് സത്യത്തിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ നീതിന്യായ വ്യവസ്ഥയെ വഴിതെറ്റിക്കാനായി ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് ഉപകരിക്കും എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് കേസിന് ഒരു സ്ട്രോങ് ഹോൾഡ് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ആരോപണം എന്നാണ്. അത് ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ ചില കാരണങ്ങളുണ്ട്. സാവരിയ ഏതെങ്കിലും രീതിയിൽ ഇത്തരം ഒരു സമ്മർദ്ദത്തെ കുറിച്ച് സാവരിയ അവരുടെ പിതാവിനോടോ മാതാവിനോടോ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ നാട്ടുകാരോടോ ഒന്നും പറഞ്ഞതായിട്ട്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചതായിട്ട് ഒരു വിവരവുമില്ല. അത്തരം യാതൊരു തെളിവുമില്ലാതാണ് അവരെ ബന്ധുക്കളെ ഇത്തരം ഒരു കാര്യം ആരോപിക്കുന്നത്, മതമാറ്റ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നത്. ഇത് ആരോപിച്ചു കഴിഞ്ഞ ഉടനെ ഫാർ റൈറ്റ് വിങ് തുടങ്ങി പ്രചരണം, അതാണ് ലവ് ജിഹാദാണ്, അതാണ് ഇതാണ്. ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? ഈ നിമിഷം വരെ തെളിവില്ല. എന്നാൽ തെളിവ് കിട്ടുന്ന പക്ഷം തക്കതായ ശിക്ഷ നൽകേണ്ടതുണ്ട്. അതിലൊന്നും നമുക്ക് ഒരു തർക്കമില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഈ ആരോപണം തെളിഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു സംശയമില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തെളിവുമില്ലാതെ ഒരു ദാരുണമായ മരണത്തെ സാമൂഹിക ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ സംഭവത്തിന് ഇരയായ കുട്ടിയോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയാണെന്നുള്ള കാര്യം ആ ബന്ധുക്കളെ ഏറ്റവും കുറഞ്ഞിൽ അതെങ്കിലും മനസ്സിലാക്കണം. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടോടെ ഇതിന്റെ മതവശം പരിശോധിക്കാൻ ഇവിടെ കുറച്ച് ടീംസുകൾ ഉണ്ടല്ലോ, അവരൊക്കെ പരിശോധന തുടങ്ങി, അവരെ അടിച്ചു കയറ്റാൻ തുടങ്ങിയവരൊന്ന് ഇത് ലവ് ജിഹാദാണോ, ആ ജിഹാദാണോ, മറ്റേ ജിഹാദാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കണേ, യാതൊരു തെളിവുമില്ലാതെ ഇവരിത് പറയുന്നത്. സത്യത്തിൽ ഈ ദാരുണമായ സംഭവത്തിൽ, അതായത് ഒരു കുട്ടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്, കൊന്നത് ഒരു പൈശാചികൻ, നമുക്കെങ്ങനെ അതുകൊണ്ടൊരു മതത്തിനെ കുറ്റം പറയാൻ പറ്റുക? അങ്ങനെ പേര് മാത്രം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിന് മികച്ചൊരു ഉദാഹരണം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ 3-4 വർഷം മുന്നേ നടന്നിരുന്നു. അത് നമുക്കൊന്ന് കാണാം എന്താണുള്ളത്. കേരളത്തെ ഞെട്ടിച്ച കൊലപാതക വാർത്തയിലേക്കാണ് ആദ്യം. മലപ്പുറം പെരിന്തൽമണ്ണ ഏലംകുളത്ത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ഒരു യുവാവ് പെൺകുട്ടിയെ കുത്തിക്കൊന്നു. എലാട് സ്വദേശി ദൃശ്യയാണ് മരിച്ചത്. ദൃശ്യയുടെ സഹോദരിയെയും പ്രതി വിനീഷ് കുത്തി. സഹോദരിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയാക്കിയിരിക്കുകയാണ്. പെൺകുട്ടികളുടെ വീടിന് 2ാം നിലയിൽ കയറിയാണ് ഇന്ന് രാവിലെ വിനീഷ് കൊലപാതകം നടത്തിയത്. പെൺകുട്ടിയുടെ അച്ഛൻ്റെ കട ഇന്നലെ രാത്രി കത്തിച്ച നിലയിലായിരുന്നു. ഇതിന് പിന്നിലും വിനീഷാണെന്നാണ് പോലീസ് കരുതുന്നത്. കുറച്ചു ദിവസം മുമ്പ് പ്രതി വിനീഷ് വീട്ടിലെത്തി മകളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്ന് ദൃശ്യയുടെ അച്ഛൻ ബാലചന്ദ്രൻ പറഞ്ഞു. ഇത് നിരസിച്ചുള്ള വിരോധമാകാം കൊലപാതകത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം മിക്ക ആളുകൾക്കും അറിയാലോ, അറിയാത്തവർക്കായി പറഞ്ഞുതരാം. പെരിന്തൽമണ്ണയിലെ ഒരു ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ദൃശ്യ എന്ന കുട്ടിയെ അവളുടെ പഴയ കാമുകനായ നവീൻ എന്നൊരു പയ്യൻ, ദൃശ്യ എന്ന കുട്ടി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദൃശ്യ എന്ന അവന്റെ പഴയ കാമുകയെ ഇവൻ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു. അത് തടുക്കാൻ വന്ന ദൃശ്യ എന്ന കുട്ടിയുടെ അനിയത്തിയെയും ഇവൻ കുത്തി. ഭാഗ്യത്തിന് ആ കുട്ടി മരണപ്പെട്ടിട്ടില്ല. ഈ പരമനാറി ചെയ്ത മറ്റൊരു ദണ്ഡിതരം എന്താ പറയുക, ഈ കുട്ടിയെ കൊല്ലാൻ വരുന്നതിന് മുൻപായിട്ട് ഇവൻ പെരിന്തൽമണ്ണയിലെ ഈ കുട്ടിയുടെ പിതാവിന്റെ സ്ഥാപനം, കച്ചവട സ്ഥാപനം ഇവൻ തീയിട്ട് നശിപ്പിച്ചു. അതായത് ഇവൻ ഒരു കുടുംബത്തിനെ എല്ലാ രീതിയിലും അവസാനിപ്പിക്കുക എന്നുള്ള പ്ലാനോടെ വന്നിരുന്നത്. അതിനുശേഷം ആ കുടുംബത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കുടുംബത്തിലെ കാര്യപ്പെട്ട ആരോ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല. ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധുക്കളിലെ ആരോ ഒരാൾ
ഇത്തരം സംഭവത്തിലൊക്കെ മനം തിന്ന് മനസ്സ് വേദനിച്ച് അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി, അദ്ദേഹം ക്ഷീണിച്ച് മരണപ്പെട്ടിട്ട് പോലും ഉണ്ട്. അത്തരത്തിൽ ഒരു കുടുംബത്തിന്റെ അടിത്തറ തന്നെ കലക്കി കളഞ്ഞവനാണ് ഈ നവീൻ എന്ന ദൃശ്യയുടെ മുൻ കാമുകൻ. അന്ന് ഇത് നടന്നപ്പോൾ ഈ സംഭവത്തെ നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ആ പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ്. അന്ന് നമ്മൾ ആരും ഇതിൽ മതം തന്നിട്ടില്ല. നമ്മൾ ദൃശ്യ എന്ന കുട്ടിയുടെ ആ മാനസിക വ്യത, അവളുടെ മാതാപിതാക്കളുടെ മാനസിക വ്യത, അതിനൊപ്പമായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഇന്നിപ്പോ ആലപ്പുഴയിലെ സാവരിയക്ക് സംഭവിച്ച ഈ സംഭവത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. അല്ലാതെ ഇവിടെ മതം തിരയുകയല്ല വേണ്ടത്. ദൃശ്യക്ക് അന്ന് പെരിന്തൽമണ്ണയിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ സാവരിയക്കും സംഭവിച്ചത്. വ്യക്തിപരമായിട്ടുള്ള പകയോ മാനസികപരമായിട്ടുള്ള വൈകല്യങ്ങളോ ക്രിമിനൽ മനോഭാവമുള്ള ഇത്തരം ആളുകൾ ചെയ്യുന്ന ഇതുപോലുള്ള ക്രൂര കൃത്യത്തിലേക്ക് മതത്തെ വലിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം കഷ്ടം എന്നല്ലാതെ എന്താ നമ്മൾ പറയാ. അതേസമയം ഏതെങ്കിലും രീതിയിൽ മതപരിവർത്തനത്തിന് വേണ്ടി സാവരിയ എന്ന കുട്ടിയെ, ഈ പരമനാറിയായ ആ കുട്ടിയുടെ കൊലപാതകത്തിന് കാരണക്കാരായ ഈ പരമനാറി ഏതെങ്കിലും രീതിയിൽ സാവരിയ എന്ന കുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിതമായി ശ്രമിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് നമ്മൾ അതീവ ഗൗരവമായിട്ട് കാണണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറയപ്പെടുന്ന പ്രതി നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നമ്മൾ കേരളീയർ ഒന്നാകെ ഒന്നിച്ചു നിന്ന് ഈ പരമനാറിയെ പൊക്കിയിരിക്കും. ഒരു സംശയവും വേണ്ട, അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇത്തരം ഒരു ദാരുണ സംഭവത്തിന്റെ പേരിൽ ഈ മരണപ്പെട്ട കുട്ടിയോട് യാതൊരു നീതിബോധവുമില്ലാതെ ഇത്തരത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, അങ്ങേയറ്റം ക്രൂരവുമാണ്. മരണപ്പെട്ട കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത് നിങ്ങളിത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? കൃത്യമായ തെളിവുകൾ കണ്ടെത്തി അത് കളക്ട് ചെയ്ത് ഈ കൊലപാതകത്തിന് കാരണക്കാരനായ ഇവനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമുക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ശക്തമായിട്ട് വിശ്വസിക്കാം. സാവരിയക്ക് നീതി ലഭിക്കുമെന്നും കുറ്റവാളിക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അവൻ ഏതെങ്കിലും രീതിയിൽ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവോ അവൻ മതം മാറ്റാൻ ശ്രമിച്ചു അത് സത്യമാണ് എന്ന് അവൻ പറയുന്ന പക്ഷമോ ഒരിക്കലും ഇവനെ വിട്ടുകൊടുക്കരുത്. ഇവനെ പുറം ലോകം കാണിക്കരുത്. ഇവൻ പിന്നീട് സൂര്യോദയം കാണരുത്. വെളിച്ചം കയറാത്ത ഇരുട്ടറയിൽ അവനെ എന്നേക്കുമായി അടക്കണം. അതിലൊന്നും ഒരു സംശയവുമില്ല എന്ന് കരുതി നിലവിലെ സാഹചര്യത്തിൽ ഇതിന് തെളിവില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ മതവിദ്വേഷം പടർത്താനും ആളുകളിൽ പരസ്പരം വെറുപ്പുളവാക്കാനും ഇത്തരം സാഹചര്യം ഉപയോഗിക്കുന്ന മരണപ്പെട്ട കുട്ടിയോട് അങ്ങേയറ്റത്തെ ക്രൂരത ചെയ്യുന്ന കാപാലികന്മാരോട് നമുക്ക് ഒന്നും പറയാനില്ല. നാട്ടുകാരുടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത്തരം ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക, സൂക്ഷിക്കുക. നമുക്കുള്ളിൽ വിദ്വേഷം പടർത്താനും വിഷം പടർത്താനും മാത്രമേ ഇവർ കൊണ്ട് സാധിക്കൂ. ഒരു മനുഷ്യന് ഉപകാരമുള്ള ഒരു കാര്യം ഇവർ ഒരു കാലത്തും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളെ കരുതിയിരിക്കുക. തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ മതമാറ്റം എന്ന കാര്യം ഈ പരമ തെണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ലഭിക്കുന്ന പക്ഷം അവനെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വളരെ ബന്ധമായി എത്തിക്കുന്നു. മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ